ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബിരിയാണിയാണ്. തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസ് 3 കപ്പ്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ചിക്കൻ 1 കിലോ, വലിയ 2 സവാള വറുക്കാനായിട്ട് വളരെ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 മീഡിയം സൈസ് സവാള വഴറ്റി ചിക്കൻ വഴറ്റാൻ വേണ്ടിയിട്ട് അത് റെഡിയാക്കിയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈര്, നെയ്യ്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് അരച്ചെടുത്താണ്. പച്ചമുളക് 8 എണ്ണം, വലിയ പച്ചമുളകാണ്, എരിവുള്ള പച്ചമുളക്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി വലിയ അല്ലിയുള്ളതാണ്, അത് 8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി, 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പുതിനയില, മല്ലിയില, നെയ്യ്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, 1 ടീസ്പൂൺ കുരുമുളക്, സ്റ്റാർ. ഇത്രയാണ് ബിരിയാണിക്ക് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ കുങ്കുമപ്പൂ റോസ് വാട്ടറിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി മുന്തിരി ചേർക്കാം. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ഉള്ളിയിടാം. ഉള്ളി വറുക്കുമ്പോൾ ഇങ്ങനെ എണ്ണയിൽ മുങ്ങിക്കിടക്കണം. ഇനി ഉള്ളി കോരിയെടുക്കാം. ഇരുന്നൊന്ന് മൂക്കും. അടുത്തത് ഇതുപോലെ ഇടാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കോരിയെടുക്കാം. പുളി വറുത്തെടുത്ത് ഇത്രയുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 2 വലിയ സവാള അരിഞ്ഞു വെച്ച്, ഉപ്പ്, ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഉള്ളി ഒരുമാതിരി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ തക്കാളി ചേർക്കാം. തക്കാളിയൊക്കെ വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഈ പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതിലേക്ക് തൈര് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ,
ഇതിലും ചിക്കനിലും നേരത്തെ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തിളച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഓരോ പിടി പുതിനയില, മല്ലിയില, ഇലയുടെ എല്ലാം കൂടെ നല്ല കളറ്. ചിക്കനൊക്കെ പിങ്ക് കളർ മാറി വരുന്നുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും. നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് വറ്റണം. വെള്ളം വറ്റാൻ വേണ്ടി നമുക്ക് ഈ അടുപ്പിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇത് പിഴിഞ്ഞൊഴിക്കാം. അതിനോടൊപ്പം വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അത് പകുതി പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം. തലശ്ശേരി ബിരിയാണിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ ഈ ഉള്ളി വറുത്തത് നമ്മളതിൽ ചേർക്കുമ്പോഴാണ്. സാധാരണ ബിരിയാണിക്ക് നമ്മളത് ചേർക്കുന്നില്ലല്ലോ. ഇനി അതിവിടെ ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചിരുന്ന് അതിൽ വെള്ളം വറ്റിച്ചെടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കി അരി വേവിക്കാൻ നോക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, കുരുമുളക്, സ്റ്റാർ ഇത്രയും കൂടെ ഇടാം. ഇത്രയും ഉള്ളി, കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരി, ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അത് ചൂട് വെള്ളം ഒഴിക്കണം. ഇനി ഇതിലേക്ക് 4.5 കപ്പ് ചൂടുവെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനെടുത്താണ് 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ആ ഇല എടുത്ത് കളയാം. ഉപ്പ് ചേർക്കാം. ഉപ്പ് അല്പം മുമ്പോട്ട് നിൽക്കണം. ഇടയ്ക്ക് ആ ചിക്കൻ ഒന്ന് നോക്കിക്കൊണ്ടേ. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ പകുതി. അരി അതിനകത്ത് വീഴരുത്. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടപ്പ് വെച്ച് നിറച്ച് വയ്ക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് തീ വളരെ ലോയിലിടണം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഈ ബേ ലീഫ് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിടണം. പിന്നെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചിക്കൻ്റെ ചോറ് ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി വെക്കണേ. റൈസ് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദം ചെയ്യാനുള്ളത് നോക്കാം.
ഇതിൻ്റെ പകുതി ചിക്കനും ഗ്രേവിയും കൂടെ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പകുതി റൈസ്. ഇനി ഇതിൻ്റെ മുകളിൽ നെയ്യ് ഒരുപാടൊന്നും വേണ്ട, കുറച്ചിട്ടാൽ മതി. അണ്ടിപ്പരിപ്പ്, മുന്തിരി, പുതിനയില, മല്ലിയില, റോസ് വാട്ടറിൽ കുങ്കുമപ്പൂ നേരത്തെ കലക്കി വെച്ചിരുന്നതാണ്. ബിരിയാണിക്കൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം ഗരം മസാലപ്പൊടി, പിന്നെ വേണ്ടത് വറുത്ത് വെച്ചിരുന്ന ഉള്ളി. ഇനി അതിൻ്റെ മുകളിൽ ചിക്കൻ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ അത്. ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയിരിക്കുന്ന റൈസ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ നെയ്യൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. കുങ്കുമപ്പൂ ചേർത്ത് വെച്ചിരുന്ന റോസ് വാട്ടർ. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില, ഒരല്പം ഗരം മസാലപ്പൊടി, ഒരുപാട് ഇടണ്ട, വളരെ കുറച്ചിട്ടാൽ മതി. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി. ഇനി ഇത് അലുമിനിയം ഫോയിലോട്ടൊന്ന് കവർ ചെയ്ത് അല്പം പോലും ഇതിനകത്തുനിന്ന് ചൂട് പുറത്ത് പോകാതെ, ആവി പുറത്ത് പോകാതെ ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ വെറുതെ അടപ്പ് വെച്ചൊന്ന് അടച്ചിട്ട് അടപ്പിൻ്റെ ഹോളിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് അതും അടയ്ക്കും. അതാണ് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൈദാമാവ് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അടപ്പും കൂടെ വെച്ചിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ചേർന്നടഞ്ഞിട്ടുണ്ട്. മൈദാമാവ് കുഴച്ചെടുത്ത് ഇങ്ങനെ ചേർത്ത് അടപ്പും ഈ പാത്രവും കൂടെ ചേർത്ത് വെച്ച് ഒട്ടിക്കണം. ഒട്ടിച്ച് അങ്ങനെ ദം ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ നിന്നൊരല്പം പോലും അതിൻ്റെ ആവി പുറത്തോട്ട് പോകത്തില്ല. അത്ര നന്നായിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. നമുക്കിനി ഈ ചൂടായി കിടക്കുന്ന തവയുടെ മുകളിൽ ഇത് വയ്ക്കാം. വെച്ച് ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ദം ചെയ്യാം. 15 മിനിറ്റായി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ലപോലെ സ്റ്റീമൊക്കെ അതിനകത്ത് തന്നെ നിന്ന്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. മുകളിൽ നിന്ന് മാറ്റി ശകലം മാറ്റി കൊടുക്കാം. മാറ്റിയിട്ട് ചിക്കൻ എടുക്കാം. ആയിരിക്കണം ചിക്കനും ഗ്രേവിയും കൂടെ. ഇതിൻ്റെ മുകളിൽ റൈസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് അമർത്താം. ഇങ്ങനെ നമ്മുടെ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി റെഡിയായി.
നല്ലൊരു സ്മെല്ലുണ്ട്. സാധാരണ മറ്റുള്ള ബിരിയാണിയേക്കാൾ കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്മെല്ല്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.